കേരളത്തിൽ വളരെ സാധാരണമായി ചതുപ്പുകളിലും വയലുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേര് കുളക്കോഴി. ഈ വീഡിയോ കേരളത്തിൽ കോതമംഗലത്ത് ഒരു ചതുപ്പ് ഏരിയയിൽ കിട്ടിയേക്കുന്നത്. ആദ്യം ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ശബ്ദം കേട്ടപ്പോൾ വേറെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നിങ്ങളിപ്പോൾ കേട്ടത് ഈ കുളക്കോഴിയുടെ ഒരു സൗണ്ട് നോട്ടാണ്. പക്ഷേ ഇത് ഈ കുളക്കോഴി ഉണ്ടാക്കിയതല്ല. ഇത് വേറെയും കുളക്കോഴികൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇതിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ വേറെ ഒരെണ്ണത്തിനെ ഞങ്ങളെ കണ്ടുകിട്ടി. അപ്പോൾ ഈ കുളക്കോഴികൾ ഇന്ത്യയിൽ കോമൺ ആയത് കാരണം തന്നെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ബംഗാളിയിലും ആസാമിലും ദൗക്ക്, പിന്നെ ഒറിയയിൽ ദാഹുക്ക, പിന്നെ മറാത്തിയിൽ പൊങ്കൊമ്പാടി, പിന്നെ കൗക്ക് കൊമ്പാടി, പിന്നെ മലയാളത്തിൽ നമ്മൾ കുളക്കോഴി എന്നാണ് വിളിക്കുന്നത്. തമിഴിൽ കാനംകോഴി, കന്നഡയിൽ ഹുണ്ടുക്കോളി, പിന്നെ ഇന്ത്യക്ക് പുറത്ത് മലയാള ലാംഗ്വേജിൽ റുവക് എന്ന് പറഞ്ഞൊരു പേരുണ്ട്. പിന്നെ ഇംഗ്ലീഷിലെ കോമൺ നെയിം എന്ന് പറയുന്നത് വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ. സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ റാലിഡേ ഫാമിലിയിൽപ്പെട്ട അമൗറോർണിസ് ഫീനിക്കുറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ചൈന, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നീ റീജിയൻസ്. ഈ രാജ്യങ്ങളിലുള്ള ചതുപ്പുകൾ, കണ്ടൽക്കാടുകൾ, പാടങ്ങൾ, കുളങ്ങൾ, പിന്നെ ഗാർഡൻസിലൊക്കെ തന്നെ ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇതിന്റെ മെയിൻ നേറ്റീവ് ഹാബിറ്റാറ്റ് വെറ്റ്ലാൻഡ്സ് തന്നെയാണ്. ഇനി ഇതിന്റെ ഒരു ഡയറ്റ് ആൻഡ് ഫീഡിംഗ് ബിഹേവിയറിലേക്ക് വരാം. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഒംനിവോറസ് ബേർഡ് ആണ്. അപ്പോൾ കഴിക്കുന്നത് കൂടുതലായിട്ടും ചെറു പ്രാണികളെയാണ്, ഇൻസെക്റ്റുകളെ. അതിൻ്റെ അകത്ത് തന്നെ ബീറ്റിൽസിനെയാണ് കൂടുതലായിട്ടും ഇവർ പ്രിഫർ ചെയ്യുന്നത്. അതായത് വണ്ടുകളെയും ചെല്ലികളെയും ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പുഴുക്കളും അക്വാറ്റിക് ഇൻവേർട്ടിബ്രേറ്റ്സും, അതായത് വെള്ളത്തിൽ കാണുന്ന ഞണ്ടുകൾ, ഒച്ചുകൾ, ഞവടിക്കകൾ, കക്കകൾ ഒക്കെ തന്നെ അക്വാറ്റിക് ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. പിന്നെ കരയിൽ കാണുന്ന ഒച്ചുകളും ചെറുമീനുകളും പിന്നെ സീഡ്സും ഗ്രെയിൻസും ഈ ചെടികളുടെ തന്നെ തണ്ടുകളും ഇലകളൊക്കെ തന്നെ ഇത് കഴിക്കും. ചതുപ്പിലെ ചെളിയിലും ഷാലോ വാട്ടേഴ്സിലൊക്കെ ഇത് ഇര തേടാനായിട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഷ്രബ്സിലും പിന്നെ ചെറുമരങ്ങളിലൊക്കെ തന്നെ ഇതിന് വേണ്ട ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ ഇത് കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇത് മീനൊക്കെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അത് യൂഷ്വലി ഈ കിളികളിലൊന്നും കണ്ടുവരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ഈ കാണുന്ന കറുത്ത കോഴിക്കുഞ്ഞുമായിട്ട് ഇരിക്കുന്നത് കുളക്കോഴിയുടെ കുഞ്ഞാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം വിചാരിച്ച മാതിരി ഇൻഡിവിജ്വൽ കുളക്കോഴികളല്ല ഇവിടെ ഉള്ളത്. ഇതൊരു ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ കുളക്കോഴികളുണ്ട്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഫാമിലി വീഡിയോ എടുക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻസും ബിഹേവിയറൊക്കെ പറയുകയാണെങ്കിൽ ഇത് വൈകുന്നേരങ്ങളിലും സന്ധ്യാസമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫുഡിൻ്റെ രീതികളൊക്കെ പറയുന്നത് വെച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാം ഇതൊരു സെമി അക്വാറ്റിക് ആണ്. ഇത് പൂർണ്ണമായിട്ടും അക്വാറ്റിക് ബേർഡ് അല്ല. കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു ടെറസ്ട്രിയൽ ബിഹേവിയർ ബ്രീഡിംഗ് സീസണിലാണ്. ബ്രീഡിംഗ് സീസൺ ജൂൺ ടു ഒക്ടോബർ. ബ്രീഡിംഗ് സീസണിൽ പൊതുവേ ഇത് കൂടുണ്ടാകുന്നത് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, പെട്ടെന്ന് വേറെ പ്രഡേറ്റേഴ്സിനൊന്നും വരാൻ പറ്റാത്ത മാർഷ് ലാൻഡ്സിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഇവിടെ കാണാൻ കിട്ടിയത് തന്നെ. ഒരു 6 തൊട്ട് 7 മുട്ടകൾ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഒരു വലിയ കൂടാണ്. അടയിരിക്കേണ്ടത് ഏകദേശം ഒരു 19 ദിവസമാണ്. പിന്നെ ഇതിന്റെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു കറുത്ത കോഴിക്കുഞ്ഞിന്റെ ലുക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കറുത്ത പക്ഷിയാണ് ഇതിന്റെ കുഞ്ഞ്. പ്രഡേറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് വെള്ളത്തിന്റെ അടിയിൽ പോകും. അങ്ങനെയാണ് മൂപ്പര് രക്ഷ പറഞ്ഞത്. IUCN സ്റ്റാറ്റസിൽ ഇത് ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടാണ് കിടക്കണത്. പക്ഷേ ഇതിന്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 to 1,00,000 വരെ ഇൻഡിവിജ്വൽസ് ആണ് ഇവിടെ ഈ ഭൂമിയിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇത് ലീസ്റ്റ് കൺസേൺഡ് ഒന്നുമല്ല, ത്രെറ്റൻഡ് തന്നെയാണ്. ഇനി ത്രെറ്റൻഡ് ആവാനുള്ള കാരണം ഹാബിറ്റാറ്റ് ഡിഗ്രഡേഷനും പൊല്യൂഷനും, അതായത് പെസ്റ്റിസൈഡിൻ്റെ ഒക്കെ യൂസേജസ്, പിന്നെ ഇല്ലീഗൽ ഹണ്ടിങ്. ഇതിനെ മീറ്റിനായിട്ട് ഹണ്ട് ചെയ്യാറുണ്ട്, ഇറച്ചിക്കായിട്ട് ഹണ്ട് ചെയ്യാറുണ്ട്. അത് നിരോധിക്കപ്പെട്ടതാണ്. ആരും ഇതിനെ ഹണ്ട് ചെയ്യരുത്. ഇനി ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറ്റ്ലാൻഡ് ഹെൽത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്. കാരണം ഇത് പൊല്യൂഷൻ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇൻസെക്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണിത്. ഇനി ഇതിൻ്റെ ഒരു പ്രഡേറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പട്ടിയും പൂച്ചയും പിന്നെ റാപ്റ്റേഴ്സും, അതായത് കഴുകൻ, പരുന്തുമായിട്ടുള്ള റാപ്റ്റേഴ്സും ഒക്കെ തന്നെ ഇതിൻ്റെ പ്രഡേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ക്യാമഫ്ലൈജ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ ഇതിനെ സ്പോട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഈ ഡെൻസ് വെയിറ്റേഷൻ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്നതുകൊണ്ട്. എന്നിട്ടും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്പീഡിൽ ഓടി ഈ കാടുകളിലൊക്കെ ഒളിക്കും. ഇനി എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഇത് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവും. വെള്ളത്തിൽ മുങ്ങുന്നത് ഒരു ഫൈനൽ വേ ഓഫ് എസ്കേപ്പ് ആണ്. ഇതിൻ്റെ നല്ല ഫ്ലാറ്റ് ബോഡിയും മീനെയൊക്കെ പിടിക്കുമ്പോൾ അതിന് നല്ല വലിയ വിരലുകളുമാണ്. അപ്പം നമുക്കൊരു ഫാമിലി വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അച്ഛനും അമ്മേനെയും കുഞ്ഞിനെയും ഇതിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. അപ്പോൾ ഇത് നാടോടി കഥകളിലും കവിതകളിലും പാട്ടുകളിലും പിന്നെ കടങ്കഥകളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് കുളക്കോഴി. പിന്നെ ഇതൊരു ഹെൽത്തി വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റത്തിന്റെ ഒരു സിമ്പിൾ തന്നെയാണ്. പിന്നെ ചില നാട്ടുപ്രദേശങ്ങളിൽ കോഴി പോലെ തന്നെ സെമി ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈ പക്ഷിയെ വളർത്താറുണ്ട് എന്നാണ് പലയിടത്തും കിട്ടിയ റെഫറൻസ്. പക്ഷെ അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും തന്നെ റെഫറൻസ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു എൻഡിലേക്ക് എത്തിയേക്കാണ്. ഈ കുളക്കോഴിക്ക് മുണ്ടക്കോഴി എന്നും സാധാരണ വിളിക്കാറുണ്ട്. വലിപ്പം ഏകദേശം ഒരു 32 സെന്റിമീറ്റർ വരെയാണ് വലിപ്പം വെക്കുന്നത്. അതുപോലെ തന്നെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽഭാഗം മങ്ങിയ കറുപ്പ്, മുഖം, കഴുത്ത്, മാറിടം എന്നിവയൊക്കെ തൂവെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. വാലിനടിയിൽ ഒരു ചെറിയൊരു തവിട്ട് നിലം കലർന്ന ഒരു ചോപ്പ്. ഇത് ആദ്യം കേൾപ്പിച്ച ഒരു ശബ്ദരേഖയല്ലാതെ സാധാരണ കോഴികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ക്വക് ക്വക്
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദം കൂടി ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു 4 ടു 7 മുട്ടകൾ വരെയാണ് ഇത് ഇടുന്നത്. ഈ മുട്ടകളുടെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം ചുവപ്പോ മഞ്ഞയോ നിറമായിരിക്കും. പിന്നെ വരകളും പുള്ളികളും ഒക്കെ ഉള്ളതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇത് ഇര തേടുകയോ അത് കുഞ്ഞിനെ ഇര തേടാൻ പഠിപ്പിക്കുകയോ ചെയ്യുകയാണെന്ന് തോന്നുന്നു. അതെന്തോ അവിടെ തിരയുന്നുണ്ട്, തിരഞ്ഞ് എന്തൊക്കെയോ കഴിക്കുന്നുമുണ്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ കുളക്കോഴികൾ കോമൺ ആയിട്ടുള്ള പക്ഷികളാണെങ്കിലും കണ്ടു കിട്ടാൻ വളരെ പാടാണ്. പലരും ഇതിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.